ഇന്നലെ വരെ എൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ചെലവ് നടത്തിയിരുന്ന ആ പീറപ്പയ്യൻ ഇന്ന് എനിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? രേണുസുതിയുടെ വീഡിയോയിൽ പറഞ്ഞതാണ്. രേണുസുതി കിച്ചുവിന് എല്ലാ മാസവും പോക്കറ്റ് മണി കൊടുക്കാറുണ്ട്. പഠിക്കാനുള്ള ചിലവിനൊന്നും കൊടുക്കാനില്ല. അത് വലിയ സംഖ്യയായതുകൊണ്ട് ഫ്ലവേഴ്സ് ഗ്രൂപ്പാണ് അത് കൊടുക്കുന്നത്. ഫ്ലവേഴ്സ് ഗ്രൂപ്പ് 2 മാസത്തെ ഫീസ് മാത്രമേ കെട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് കിച്ചു പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ അമ്മ എന്ന സ്ഥാനത്ത് നിന്നും കൊടുത്തു എന്ന് പറയുന്നുണ്ട്. 50 രൂപ, 100 രൂപ, 200 രൂപ, 500 രൂപ ഇതൊക്കെയാണ് കിച്ചുവിന് അയച്ചു കൊടുത്തത് എന്നാണ് കിച്ചു പറയുന്നത്. കിച്ചുവിന് എല്ലാ കാലവും അവള് കാശ് കൊടുക്കാമെന്ന് എവിടെയും അവൾ പറഞ്ഞിട്ടുമില്ല. കിച്ചുവിനെ കാശ് കൊടുക്കാൻ അവൾ കിച്ചുവിൻ്റെ ആരുമല്ല. സുധിച്ചേട്ടൻ്റെ പേരിൽ അവൾ ജോലി ചെയ്ത് അഭിനയിക്കാൻ പോയി കാശുണ്ടാക്കുന്നുണ്ട്. അത് കിച്ചുവിന് കൊടുക്കാൻ മാത്രം ഇല്ല. അതുകൊണ്ടാണ് കിച്ചു ഇവിടെ നിന്നും മാറി കൊല്ലത്തെ വീട്ടിലേക്ക് പോയി താമസിക്കുന്നത്. ഇപ്പോൾ കിച്ചു ഒരു വീഡിയോ 2 ദിവസം മുമ്പേ ഇട്ടത് പുറത്തു വന്നപ്പോൾ ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ, ഇൻസ്റ്റ തുറക്കാൻ വയ്യ, യൂട്യൂബ് തുറക്കാൻ വയ്യ, ഫേസ്ബുക്ക് ഒട്ടുമേ തുറക്കാൻ വയ്യ എന്നാണ് നമ്മുടെ താരം രേണുസുതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ഫേസ്ബുക്ക് തുറക്കാൻ പറ്റാത്ത വിധമാകണമെങ്കിൽ എത്രമാത്രം മെസ്സേജുകൾ, അതിൽ നെഗറ്റീവുകൾ രേണുവിനെ ആളുകൾ പറയുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം രേണു എന്താണോ ചെയ്യുന്നത് അതിൻ്റെ പ്രതിഫലം രേണുവിന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൽ പലരും മനസ്സിലായിരിക്കുന്നത്. രേണു പറയുന്നു ഷഫീന ബീവിയാണ് കിച്ചുവിനെ കൊണ്ടിത് പറയിപ്പിച്ചതെന്നും. ഷഫീന ബീവി കിച്ചുവിനെ കൊണ്ട് പറയിപ്പിച്ചാൽ ഒന്നും പറയുന്നത് കാര്യങ്ങളൊന്നുമല്ല കിച്ചു പറഞ്ഞിരിക്കുന്നത്. കിച്ചുവിൻ്റെ ലൈഫ് സ്റ്റോറി എന്നും പറഞ്ഞിട്ട് കിച്ചു ഒരു 32 മിനിറ്റിലുള്ളൊരു വീഡിയോ ഇട്ടിട്ട് അത് ഷഫീന ബീവി മാത്രമൊന്നല്ല, ഞാനും കണ്ടിട്ടുണ്ട്. ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ പേരും ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. എല്ലാ പേരും അത് കണ്ടതിന് ശേഷം ഒത്തിരി വീഡിയോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടു. ഇന്നിപ്പോൾ നമുക്കാണ് യൂട്യൂബും ഫേസ്ബുക്കും തുറക്കാൻ പറ്റാത്ത വിധം രേണുവിൻ്റെ കരച്ചിലും പറച്ചിലും ഒക്കെ ഉള്ളത്. കരയുന്നതായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ട്. ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം കണ്ണിൽ നിന്നും വെള്ളം വരുന്നില്ല. കണ്ണിൽ നിന്ന് വെള്ളം വരാതെ കരയണമെങ്കിൽ അതൊരു ആർട്ടിസ്റ്റിന് മാത്രമാണ് കഴിയുക. കരയുന്നതിനായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ പുറത്തേക്ക് വരും. പക്ഷേ കരയുന്നതിൻ്റെ കണ്ണുനീര് മാത്രം പുറത്തു വരില്ല. അതിന് ഗ്ലിസറിൻ ഇടുകയാണ് ചെയ്യുക അഭിനയിക്കുമ്പോൾ. റിയലായിട്ട് കരയുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുള്ളൂ. അത് റിയലിസ്റ്റിക്. നമുക്ക് നമ്മുടെ മനസ്സിനേൽക്കുന്ന വേദനകൾ കൊണ്ട് വരുന്ന കരച്ചിലുണ്ട്. ആ വേദനയ്ക്ക് മാത്രമാണ്, സഹിക്കാൻ പറ്റാത്ത ശാരീരികമായിട്ടുള്ള വേദനകൾക്കും കണ്ണിൽ നിന്നും വെള്ളം വരും. അവൾ ദുബായിൽ നിന്നും വന്നു കഴിഞ്ഞാൽ കിച്ചുവിനെ നല്ലതായിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ സാധ്യതയുണ്ട്. തങ്കച്ചൻ പലരെ കൊണ്ടും വിളിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, 22 വയസ്സായ ഒരു പയ്യനാണ് സുധിയുടെ മകൻ. അവൻ്റെ അച്ഛനില്ലാതെ, അവൻ്റെ അമ്മയില്ലാതെ, അവൻ്റെ അമ്മ സൂയിസൈഡ് ചെയ്ത് പോയതാണ്. ആദ്യം ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി, അവന് 1.5 വയസ്സുള്ളപ്പോൾ. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ ആത്മഹത്യയും ചെയ്തു. പിന്നെ സുധി ഉണ്ടായിരുന്നത് ആക്സിഡൻറ്റിലും മരിച്ചുപോയി. രേണുസുതിക്ക് ശരിക്കും മാന്യമായ രീതിയിൽ അഭിനയിക്കുന്നവരെല്ലാവരും ഒന്നും മോശക്കാരൊന്നുമല്ല. രേണുസുതിന് മാന്യമായ രീതിയിൽ അഭിനയിക്കാൻ പോകാൻ ഷോർട്ട് ഫിലിമിലും ആൽബത്തിലും ഒക്കെ അഭിനയിച്ച് കാശുണ്ടാക്കാം. പ്രതിഫലം കിട്ടുന്നത് കിച്ചുവിനെ കൊടുക്കണമെന്നില്ല. അവൻ 22 വയസ്സായില്ല. അവൻ പഠിച്ചിട്ട് അവനൊരു ജോലി നേടി അവൻ ജീവിച്ചോളും. രേണുസുതി അവന് ജീവിക്കാനുള്ള വരുമാനം ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. രേണുസുതിയുടെ ആ സബ്സ്ക്രിപ്ഷൻ മോഡലിലുള്ള ആ പൈസ വാങ്ങൽ പരിപാടി വന്നതിന് ശേഷം കിച്ചുവിന് വല്ലാതെ ബുദ്ധിമുട്ടായിട്ടുണ്ട് മാനസികമായിട്ട്. കിച്ചു പറഞ്ഞു. കാരണം അഭിനയിക്കാൻ പോയിട്ട് കിട്ടുന്നതും അല്ലാതെ രാത്രി സമയത്ത് ലൈവ് വന്നിട്ട് നിക്കറിട്ടിട്ടും ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കണ്ണുകൊണ്ടും കൈകൊണ്ടും ആക്ഷൻ കാണിച്ചിട്ടും ഒക്കെ വാങ്ങുന്ന ഈ ആളുകൾ കണ്ടിട്ട് അവൾക്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരിക്കൽ മാത്രമല്ലല്ലോ, പലതവണ ഇതിങ്ങനെ വരുന്ന സമയത്ത് അവനൊരു ആൺകുട്ടിയല്ലേ,
അവൻ്റെ അമ്മയല്ലെങ്കിലും അവൻ്റെ അച്ഛൻ കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ്. അവൻ്റെ അച്ഛൻ്റെ ഒരു കുഞ്ഞ് ആ സ്ത്രീയോടൊപ്പമുണ്ട്. അവൻ്റെ കൂട്ടുകാർ 3 പേരാണ് അവനെ കൈ പിടിച്ച് മുകളിലോട്ട് കൊണ്ടുവന്നത്. അവൻ ആത്മഹത്യയുടെ വക്കീലായിരുന്നു അവൻ്റെ അച്ഛൻ്റെ മരണശേഷമെന്ന് പറഞ്ഞു. അതിൽ നിന്നും അവന് മാറ്റങ്ങൾ വേണം. അവൻ കൊല്ലത്ത് താമസിച്ചോട്ടെ, അവൻ പഠിക്കുന്നത് പഠിക്കട്ടെ. യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടുന്നുണ്ട്. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അവൻ വീഡിയോസ് ചെയ്തിടുന്നുണ്ട്. അവനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടും അതിലൊത്തിരി വീഡിയോസ് അവൻ ഇടുന്നുണ്ട്. അവൻ്റെ സ്വന്തം കാര്യങ്ങൾ പറയുമ്പോൾ അവൻ്റെ ജീവിത കഥകളാണ് അവൻ പറഞ്ഞത്. അവനെ അനുഭവിച്ച വേദനകളാണ് അവൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അതിനിപ്പോൾ ഷഫീന ബീവിയെയോ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്തിടുന്ന അതുലിനെയോ ഡാനി സത്യനെയോ ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. അവരാരുമല്ല കിച്ചുവിനെ പറഞ്ഞ് ചെയ്യിക്കുന്നത്. അവൻ്റെ മനസ്സിൽ അവൻ അനുഭവിച്ച വേദനകൾ, ഒരു 2.5-3 വയസ്സ് മുതൽ ആ കുഞ്ഞ് അനുഭവിച്ച വേദനകൾ, അച്ഛൻ ഓരോ വിവാഹം കഴിക്കുമ്പോൾ ഓരോ സ്ത്രീകളിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ, അതാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അതിന് രേണുസുതിയാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. വീണ എന്ന് പറഞ്ഞ സ്ത്രീയും ഉണ്ട്. വീണ എന്ന് പറഞ്ഞ ആളൊന്നും റിയാക്ഷനായിട്ടൊന്നും വരുന്ന കണ്ടില്ല. മുമ്പ് അവരും വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് നോക്കിയത്. പിന്നെ സുധിക്ക് അവർ കാശ് കൊടുക്കുമായിരുന്നു. അവരാണ് സുധിയെ നോക്കിയത്, അവരാണ് കിച്ചുവിനെ നോക്കിയതെന്നൊക്കെ പറഞ്ഞു വന്നു. ഇപ്പോൾ സുധിയുടെ മകൻ കിച്ചു ഈ വീഡിയോ ചെയ്തിട്ടതിന് ശേഷം വീണ വന്നിട്ടില്ലല്ലോ, ഇതുവരെ വന്നിട്ടില്ല. രേണുവിൻ്റെതായ ജോലി ചെയ്ത് കാശുണ്ടാക്കി രേണുവിൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കിക്കോ, രേണുവിൻ്റെ മകനെയും നോക്കിക്കോ. ഇവിടെ നമുക്കെന്താ? നീ ഉടുപ്പഴിച്ചിട്ട് വീഡിയോ ഇട്ടിട്ട് കാശുണ്ടാക്കിയാലും ഉടുപ്പിട്ടിട്ട് കാശുണ്ടാക്കിയാലും നിനക്കേ കിട്ടുള്ളൂ. ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം പല രാജ്യങ്ങളിലുള്ളവരും കാണുന്നതാണ്. എല്ലാവരും ഇതെല്ലാം തന്നെയാണ് കാണുന്നത്. അപ്പോൾ രേണുസുധീൻ്റെത് മാത്രമല്ലല്ലോ കാണുന്നത്. ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയും പലരും കാണുന്നുണ്ടാവും, കാണാതിരിക്കാം. കിച്ചു ധൈര്യമായി മുന്നോട്ട് പോകുക, കിച്ചു പഠിക്കുക, കിച്ചു ജോലി നേടുക, കിച്ചു സന്തോഷമായിട്ട് ജീവിക്കുക. കഴിഞ്ഞതൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കുക. മറക്കാൻ പറ്റാത്തത് മറക്കണ്ട. ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് മനസ്സിനൊന്ന് ശാന്തമാക്കിയിട്ട് കിച്ചു ഒന്ന് പഠിച്ചൊരു ജോലിയിൽ നേടുക. നേരിട്ടൊന്ന് കാണണമെന്നുണ്ട്. ഒരു ദിവസം കാണാം. അത് സമയം പറയാം, വിളിക്കാം. അറിയിച്ച ശേഷം മാത്രമേ വരികയുള്ളൂ. അപ്പോൾ കിച്ചുവിനെ ഒരാളും കാണാൻ പാടില്ല. സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബേഴ്സ് പോയി കിച്ചുവിനെ കാണുന്നു എന്നുള്ളത് രേണുവിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവനോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും അവൻ്റെ അച്ഛനോടുള്ള ആ കലാകാരനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും മാത്രമാണെന്ന് കാണണമെന്ന് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും കിച്ചുവിനെ അറിയില്ലല്ലോ. സുധിയുടെ മകൻ എന്നുള്ള ലേബലുള്ളത് കൊണ്ട് മാത്രമാണ്. രേണുവിൻ്റെ മകൻ എന്നുള്ള ലേബലൊന്നും അവിടെ ഇല്ലല്ലോ. നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ്. ഈ 2ാമതായാലും 3ാമതായാലും വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീകൾ ഒരു പൊടിക്കൊന്ന് കൊണ്ട് ഒതുങ്ങി കൊടുത്തേക്കുക. അവരുടെ എല്ലാ കാര്യത്തിലും ഇടപെടാതെ അവരുടെ എല്ലാ കാര്യങ്ങളിലും സ്വാതന്ത്ര്യത്തോടെ അങ്ങോട്ട് കയറി ചെന്ന് അവിടെ മുഴുവൻ മേഞ്ഞ് നിരങ്ങി അതിനെ ഒന്നും ഇല്ലാണ്ടാക്കി അപവാദം അവരെ കൊണ്ട് പറയാതിരിക്കുക. നമുക്കുള്ളത് നമുക്ക് കിട്ടും, അവർക്കുള്ളത് അവർക്ക് കിട്ടും.